ഞാൻ ദൈവസന്നിധാനത്തിലിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ദൂത് ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇറ്റ്സ് എ ടൈം ഫോർ ചേഞ്ച്. ഒരു വ്യത്യാസത്തിൻ്റെ കാലത്തിൽ ആ ഘട്ടത്തിൽ ദൈവം നമ്മളെ എത്തിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. നമുക്ക് വ്യത്യാസമാകേണ്ട സമയമായി ഒരു ഡിഫറെൻറ്റ് വേയിൽ, ഒരു വ്യത്യാസകരമായ രീതിയിൽ നമ്മളെ ദൈവം വഴി നടത്തും എന്ന് വിശ്വസിക്കുന്നവർ, വിടുതൽ കിട്ടിയച്ചല്ല സ്തോത്രം പറയേണ്ടത്, വിടുതൽ കിട്ടുന്നതിന് മുൻപ് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നാ അറിയുക, ഇത് വചനം എല്ലാവർക്കും അറിയാം, കിട്ടട്ടെ, നടക്കട്ടെ, നടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറയും. സ്തോത്രം. നടന്നു കഴിഞ്ഞിട്ടല്ല സാക്ഷ്യം പറയേണ്ടത്. ദൈവം ചെയ്യുന്നതിന് മുൻപ് അഡ്വാൻസായിട്ട് പിശാച് ലജ്ജിക്കുന്നത് പോലെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു വാക്യം വായിച്ച് ആരംഭിക്കാൻ പോകുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ആകാശത്തെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു. കുറുപ്രാവും ഈവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. എന്റെ ജനമോ യഹോവയുടെ ന്യായം എന്ന് പറഞ്ഞ മടങ്ങി വരേണ്ട സമയം അടുത്തായി, ചേഞ്ച് ആകേണ്ട സമയം അടുത്തായി, മാനസാന്തരപ്പെടേണ്ട സമയം അടുത്തായി, മടങ്ങി ദൈവകൃപയിലേക്ക് വരേണ്ട സമയം അടുത്തായി എന്ന് ഉറപ്പുള്ളവർ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പണ്ടത്തെ ആരാധന ഓർമ്മയാകരുത്, പണ്ടത്തെ ദൈവികമായ ബന്ധം ഓർമ്മയാകരുത്. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം നാൾക്ക് നാൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തോടെ പറയണം, ഐ നീഡ് മോർ, ഇനി അധികം വേണം, ഇനി എനിക്ക് വ്യത്യാസങ്ങൾ കാണണം. പണ്ടത്തെ പഠിച്ചു വെച്ച പറയുന്ന സ്തോത്രമല്ല, പഠിച്ചു വെച്ചിരിക്കുന്ന അന്യഭാഷയല്ല. ഇന്ന് പകൽക്കാലം പുതിയ വെളിപ്പാടോടെ എന്നെ ഒന്ന് അങ്ങ് മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശത്തിൻ്റെ പറവകൾക്ക് ആ ചേഞ്ചിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ജനമോ, എഹെസ്കേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 21-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകുമെന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? മനുഷ്യപുത്ര, കാലം നീണ്ടുപോകുന്നു, ദർശനമൊക്കെയും ഇല്ലാതാകുന്നു. സംടൈംസ് നിരാശയുടെ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു വെളിപ്പാടും നടക്കുന്നില്ല, പ്രവചനം കേട്ടതൊന്നും നടക്കുന്നില്ല, സംതിങ് എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു, നടക്കുന്നില്ല എന്നൊരു ചിന്ത വരുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ആരംഭിച്ചപ്പോൾ 2020 ആരംഭിച്ചപ്പം ഇത് അലങ്കാരത്തിൻ്റെ വർഷമായിരിക്കും. സ്തോത്രം. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ലോകമെമ്പാടും ഇങ്ങനെ ഒരു വൈറസ് അടിക്കുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ തമ്പുരാൻ അറിയാം, അലങ്കരിക്കേണ്ടവരെ ആത്മാവിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനറിയാം എവിടെ അലങ്കരിക്കേണ്ടതെന്ന്. സ്തോത്രം. നമ്മൾ കാണുന്നത് പുറമേ ഉള്ള അലങ്കാരമാണ്. ദൈവം നോക്കുന്നത് അവൻ അടിസ്ഥാനം ഇളക്കും. ചിലതിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കി അവൻ പണിയേണ്ടടുത്ത് പണിയും. കാരണം അവൻ എന്തെങ്കിലും തുടക്കമിട്ട അവൻ തന്നെ അതിനെ അവസാനിപ്പിക്കുന്ന ദൈവം. ദർശനങ്ങൾ അകന്നു പോകുന്നു. എങ്ങനെ വായിച്ചോ? മനുഷ്യപുത്ര, കാലം നീണ്ടുപോകുന്നു, ദർശനമൊക്കെയും ഒക്കാതെ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? നമ്മുടെ അകത്ത് തന്നെ ഒരു പഴഞ്ചൊല്ലായി കാണും. ദൂത് കേട്ടു, ഒന്നും നടന്നില്ല. ദൈവദാസൻ വന്നു, പ്രസംഗിച്ചു, ഒന്നും നടന്നില്ല. പഴഞ്ചൊല്ലായി, നടക്കത്തില്ല, മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു.
ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തുമാറാക്കുന്നു. ഓ, ഇന്ന് പകൽക്കാലം നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ഭാവിക്ക് നേരെ പിശാച് പറഞ്ഞ് പിടിപ്പിച്ച ചില പോസ്റ്റിന്റെ വാക്കുകൾ, നിന്ദിക്കപ്പെട്ട വാക്കുകളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിന്നെ ചേഞ്ച് ചെയ്യുക, നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുക, നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആ പഴഞ്ചൊല്ലിനെ ഞാൻ നിർത്തുമാറാക്കും. നീ ഒരിക്കലും ഗുണം പിടിക്കയില്ല എന്ന് മുഖം നോക്കി ശപിച്ചവരുടെ മുൻപിൽ തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ചേഞ്ച് വരുത്തുന്നത് ദൈവമാണ്. മാനുഷികമായിട്ട് സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസസ്, നമ്മുടെ അവസ്ഥകൾ കാണുമ്പോൾ ഇതിലൊരു മാറ്റം കിട്ടുകയില്ല എന്ന് പിശാച് ചെവിയിൽ മന്ത്രിക്കുമ്പോൾ നീ അതിന് ആമേൻ പറയരുത്. നീ പറയണം, നാണം കെട്ട പിശാചേ, പോഷ്ക്ക് പറയുന്ന പിശാചേ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മാറ്റമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കൊരു മാറ്റമുണ്ട്, ഇതിലൊരു ചേഞ്ച് ഉണ്ട്. ഞാനത് കാണും. അന്യരെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആ പഴഞ്ചൊല്ലിനെ ഞാൻ നിർത്തുമാറാക്കും. ഇനി അത് പൊക്കി പറയാൻ, പിശാചിന് അത് പറയാൻ ദൈവം അവസരം കൊടുക്കുകയില്ല. സ്വത്രം, സ്വത്രം, സ്വത്രം. നീ ഗുണം പിടിക്കില്ല, നന്മ കാണത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിനക്ക് വിടുതൽ കിട്ടത്തില്ല, നീ ശപിക്കപ്പെട്ടവളാണ്. ഇതൊക്കെ കേട്ട് 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 മനസ്സ് മടുക്കാനല്ല കർത്താവ് പറഞ്ഞ ദൂത്, ഞാനതിനെ നിർത്തും, ഞാനത് നിർത്തും. കുടുംബത്തിന്മേൽ ശാപവാക്ക് പറഞ്ഞവരെ ദൈവം സന്ദർശിക്കുന്ന നാളുകളായിരിക്കും, നിന്നെ ദൈവം മാനിക്കുന്ന നാളുകളായിരിക്കും. സ്തോത്രം. വായിച്ചാട്ടെ, ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തുമാറാക്കും. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കയില്ല. കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നോട് പറഞ്ഞ ദൂത്, ഞാൻ കേട്ട വാഗ്ദത്തം, അത് നിവർത്തിക്കേണ്ട സമയം ആയി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസവ വേദന വരുന്നത് എപ്പോ അറിയുമ്പോ? കുഞ്ഞിനെ ജനിക്കേണ്ട സമയമാകുമ്പോഴാണ്. അതുവരെ പ്രസവ വേദന അല്ല, നിങ്ങളുടെ അകത്തൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നുണ്ട്. വാഗ്ദത്തം കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്തു. പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെതായ പെയിൻ വരുന്നുണ്ട്, അതിൻ്റെതായ വിഷമമുണ്ട്, വേദന ഉണ്ട്. പക്ഷേ ഈ വേദന ടെമ്പററി ആണെന്ന് ഓർക്കണം. ഇതിൻ്റെ പുറകിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, നിന്റെ വാഗ്ദത്തം നിവർത്തീകരണമാകുമ്പോ ഈ വേദന ഒരു വേദനയല്ല. സ്വത്രം, സ്വത്രം. ഈ നഷ്ടം നഷ്ടമല്ല, ഈ കഷ്ടം കഷ്ടമല്ല, ഈ രോഗം രോഗമല്ല. ഞങ്ങൾ ഇതിനെ ഓവർകം ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് ടൈം ടു ചേഞ്ച്. ഹല്ലേലൂയ. ഇത് മാറ്റം വരുന്ന സമയമാണ്, ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, വായിച്ചാട്ട്. ഇസ്രായേൽ ഗൃഹത്തിൽ ഇനി ഒരു മിഥ്യാദർശനവും വ്യാജ പ്രശ്നവും ഉണ്ടാകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം പറയുന്നവരല്ല, വ്യാജ്യം പറയുന്നതാ. ഇനി മിഥ്യാദർശനം ഉണ്ടാകുകയില്ല. ദർശനം കിട്ടിയ അത് വ്യക്തമായിരിക്കും, ദൂത് കേട്ട അത് നടന്നിരിക്കും. അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. സഭയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കുമോ? ഇന്ന് ദൈവം പറയുന്ന വാക്ക് അത് വൃഥാവായി പോകത്തില്ല. അടുത്ത വർഷത്തിന് ആവശ്യമുള്ള ദൂത് ഓൾറെഡി ദൈവം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചു. ഞാൻ അതിൽ ഉറച്ചിരിക്കുന്നു, അത് വിശ്വസിക്കുന്നു. കാരണം ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. ആമേ. ഇനി യഹോവയായി ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. ഞാൻ പ്രസ്താവിക്കുന്ന വചനം പ്രസ്താവിക്കും. അത് താമസിയാതെ നിവൃത്തിയാകും. മത്സരഗൃഹമേ,
നിങ്ങളുടെ കാലത്ത് തന്നെ ആ. ഞാൻ വചനം പ്രസ്താവിക്കുകയും ആ. നിവർത്തിക്കുകയും ചെയ്യുമെന്ന് ആ. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. ദൈവം പറയുന്നു, ഞാൻ പറയുന്ന മാത്രമല്ല, പറഞ്ഞ് അത് നിവർത്തിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൂത് കേൾക്കുന്ന മാത്രമല്ല, ആ ദൂത് നിവർത്തികളിലേക്ക് വരുന്നു, നിവർത്തികരിലേക്ക് വന്നിരിക്കും. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇനി അത് താമസിക്കുകയില്ല. നോ മോർ ഡിലേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡിലേ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നന്മ അടുത്ത് വരുന്നു, കൈക്ക് വരുന്നു, വായിക്ക് വരുന്നില്ല. സംഭവങ്ങൾക്കെല്ലാം അടുത്ത് വരുന്നു, പക്ഷേ സംഭവം എന്റെ ജീവിതത്തിൽ അത് നിവർത്തിയാകുന്നില്ല. ഇനി ആ പഴഞ്ചൊല്ല് പറയാൻ ദൈവം ഇടവരുത്തുകയില്ല. ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. ഇന്ന് വരെ നടന്നു പോയതല്ല, കടന്നുപോയ വിഷയങ്ങളല്ല. സംതിങ് എക്സ്പെക്ട് എ ചേഞ്ച്. ഞാൻ ഈ ദൂത് കേട്ടപ്പം എൻ്റെ അകത്ത് പെട്ടെന്ന് കത്തിയത് തന്നെ അറിയുക, സംതിങ് എനിക്ക് പോയേ പറ്റും. ആമേ. മലയാളം സർവീസിൽ ഇത് പറയണമെന്ന് ദൈവാത്മാ പറഞ്ഞതുകൊണ്ട് എന്തോ എനിക്കറിയത്തില്ല, ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാ ചില വ്യക്തികളെയും കുടുംബങ്ങളെ വിവേചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യത്യാസം, ഒരു വട്ടം വിട്ട് ആ വട്ടത്തിൻ്റെ അകത്തേക്ക് നീ ഒതുങ്ങി പോകാനുള്ള വ്യക്തിയല്ല എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ജമനകജനാഥന് പ്രത്യേകമായിട്ട് ഈ സിസ്റ്ററിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു മുൻപോട്ടുള്ള ഒരു യാത്ര, അതിൻ്റെ വഴികളും ദൈവം കണ്ടുവച്ചിരിക്കുന്നു. സ്വത്രം. പിശാച് സർക്കിളിനകത്ത് തന്നെ പട്ടുപോയി എന്ന് പറയുന്നത് പോലെ ഇടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം അവിടെ നിന്ന് ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നു. പ്രാർത്ഥിച്ചോ. ചില പിശാച് കെട്ടിയ ചില കെട്ടുകൾ, നീ ഇത് തന്നെ, നീ ഇനി മുൻപോട്ട് ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് വരച്ചതിനെ ദൈവം മാച്ച് കളയാൻ പോകുന്നു. അതിനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ദ ചേഞ്ച് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ തന്നെ ഒരു വ്യത്യാസം. അന്തരീക്ഷത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു അവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം. സ്വത്രം. ഓഫീസിൽ പോയ നിന്റെ മേൽ ഒരു അന്തരീക്ഷം. സ്വത്രം. ബിജുബ്രദർ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായിട്ട് ദൈവം നമുക്ക് ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചതുപോലെ. നിങ്ങൾക്കറിയാമോ, പരിപാലനം എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്ന് പറയുന്നത് ചൂടാ. സ്വത്രം. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ. ഗൾഫ് കൺട്രിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എനിക്കറിയാം, അവിടെ 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, പക്ഷേ അവർ അനൗൺസ് ചെയ്യത്തില്ല. 50 എന്നൊന്നും അനൗൺസ് ചെയ്യത്തില്ല. ബിക്കോസ് അനൗൺസ് ചെയ്ത് അവർക്ക് ലേ ഓഫ് കൊടുക്കണം, വർക്കേഴ്സിനല്ല. നമുക്ക് പുറത്ത് കണ്ടു തുറക്കാൻ പറ്റത്തില്ല, വെന്തു പോകുന്ന രീതിയിലായിരിക്കും. അത്രയും ചൂടാ മരുഭൂമി. ഞാൻ ഓർക്കുന്നേ, ഈ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നടത്തുമ്പോൾ പകൽ മേഘസ്തംഭം. സ്വത്രം. പകൽ മേഘസ്തംഭം. എന്തിനാ? തണല, ചൂടില്ല, നല്ല പ്ലസന്റ് വെതർ. ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ദൈവം അറ്റ്മോസ്ഫിയറിനെ ടേൺ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഓർക്കാം, രാത്രി എന്തിനാ അഗ്നിത്തൂണ്? ഇത്രയും ചൂടുണ്ടെങ്കിൽ മരുഭൂമിയിൽ സ്വത്രം രാത്രി കാലത്ത് ഭയങ്കര തണുപ്പാ. സ്വത്രം. മിസ്രൈമുകാർക്കില്ലാത്തത് ഇസ്രായേലിനുണ്ട്. മിസ്രൈമിന് ചൂടും തണുപ്പും ഒന്നുപോലെ അവരനുഭവിക്കുമ്പോൾ തൻ്റെ ജനത്തിന് ദൈവം തണലും ചൂടുമായിട്ട് കൂടെ നിൽക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റാൻ പോകുന്നു. ഓഫീസിൽ പോയ അയ്യോ പേടിച്ച് ഭയപ്പെട്ട് ടെൻഷൻ കൊണ്ടല്ല നീ ജോലി ചെയ്യേണ്ടത്. നിന്റെ അകത്ത് തന്നെ ഒരു സമാധാനം, അങ്ങനെ ഒരു അന്തരീക്ഷം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ആ സീസൺ ചേഞ്ച് ആകട്ടെ. ആമേൻ. ഇനി വരുന്ന ചോദ്യം, ദ ക്വസ്റ്റ്യൻ, ഇതിനൊരു മാറ്റം വരുമോ?
ഈ അന്തരീക്ഷത്തിനൊരു മാറ്റം വരുമ്പോൾ, ഇല്ല ഒരു വ്യത്യാസം എന്തെങ്കിലും കാണുമോ, ഇല്ല ഇത് തുടർമാനമായിട്ട് പോകുമോ, പലപ്പോഴും നമ്മുടെ അകത്ത് വരുന്ന ചോദ്യങ്ങൾ, എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു ഭേദം കിട്ടുമോ, ഒരു വ്യത്യാസമാകുമോ? പ്രതീക്ഷയുണ്ട്, എല്ലാ മാസവും ഒരു പ്രതീക്ഷ. ഈ മാസം സ്തോത്രം, ദൈവത്തിന്മ പറയുന്നു, ഇതെന്ത് ന്യൂസ് കേട്ടാലും നീ ദൈവത്തിൽ ഉറപ്പും ധൈര്യമായിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്താൻ പോകുന്നു. അന്തരീക്ഷത്തെ ദൈവം മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനിക്കണം. യു മസ്റ്റ് ഡിസൈഡ്. നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഈ അവസ്ഥയിലിരുന്ന് ഞാൻ പുറത്ത് വരണോ, അവിടെ തന്നെ ഇരിക്കണോ, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമോ, അത് തന്നെ അനുഭവിക്കണമെന്നോ? യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു 3-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. 2-ാം വാക്യം മുതൽ വായിച്ചു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവീൻ എന്ന് പറഞ്ഞ, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. യു മസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എനഫ് ഇസ് എനഫ്. ഇതുവരെ ചുറ്റിക്കറങ്ങി, ഇതുവരെ പിശാചിന്റെ പോസ്റ്റ് കേട്ടു, ഇതുവരെ അത് നടക്കത്തില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ അതിനൊരു മാറ്റം വരുത്താൻ പോകുന്നു. ഞാൻ നിന്നോട് പറഞ്ഞ് പിടിപ്പിച്ച ആ പടിഞ്ചൊല്ലിനെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. നിനക്കൊരു ചേഞ്ച് വരുത്താൻ പോകുന്നു. അന്തരീക്ഷത്തിൽ ചേഞ്ച് വരുത്താൻ പോകുന്നു. നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം മനസ്സുള്ള ഒരു പറ, യേശുവിൻ്റെ നാമത്തിൽ ഇനി അധികം ഞാൻ ഇങ്ങനെ തുടർമാനമായിട്ട് പോകാൻ താല്പര്യമില്ല. എൻ്റെ അവസ്ഥ ഇതല്ല. എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഉന്നതമായതാണ്, ശ്രേഷ്ഠമേറിയതാണ്. വാഗ്ദത്തം പിടിച്ചു വെച്ച ആമേൻ പറ. മനുഷ്യൻ്റെ അകത്ത് ഭയം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ഭയം കൂടിക്കൂടി വരുക. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നെന്നും സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, 2-ാം വരവിനെ പറ്റി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്, കാര്യങ്ങൾ ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ബൈബിൾ വചനം അറിയുന്നവന്, ദൈവത്തിൽ ഉറച്ചിരിക്കുന്നവന് ഇതെല്ലാം സംഭവിച്ചാലും ഭയപ്പെടുകയില്ല. സ്തോത്രം. ഞാനിവിടെ കയറി വന്നപ്പം പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അതിൻ്റെ പുറത്തെ വാക്യം എന്നാ അറിയാം പറയുന്നു? 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ അവൻ ചീയോൻ പർവ്വതത്തെ പോലെ ഒരു നാളും അവൻ കുലുങ്ങിപ്പോകത്തില്ല. ചീയോൻ പർവ്വതത്തെ പോലെ ഉറച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ നല്ല അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ ഭയപ്പെടുകയില്ല. അവർക്കറിയാം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ത് പ്രശ്നം വരട്ടെ നമുക്കറിയാം. യെസ് ഐ നോ. നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയാൽ പാസ്റ്ററിനറിയാം, അവിടുത്തെ പിള്ളേരോട് എന്തെങ്കിലും ചോദിച്ചാൽ യെസ് ഐ നോ ഇതേ പറയത്തുള്ളവർ. ഒന്നും അറിയത്തില്ല അവർക്ക്. പക്ഷെ പറയുന്നത് ഐ നോ ഇങ്ങനെ പറയത്തേ ഉള്ളൂ. അല്ലേ പ്രശ്നം? പക്ഷെ നമുക്കറിയാം, നമ്മൾ പറയത്തുമില്ല. വചനം അറിയാം, ഇത് സംഭവിക്കുമെന്ന് അറിയാം. എങ്കിലും സംഭവങ്ങൾ അറിയുമ്പോൾ, കാണുമ്പോൾ ഉള്ളിൻ്റെ അകത്ത് വെപ്രാളം. എന്തിനാ പതരുന്നേ? എന്തിനാ പേടിക്കണ്ടേ? ഹല്ലേലൂയ. അയ്യോ കർത്താവേ, ഇപ്പം പണിഞ്ഞ വീടാ, തേച്ച് പോകേണ്ടത് വരുമോ? സ്വത്രം. എന്നോട് ചോദിച്ചാൽ എനിക്കൊരു കൈയില്ല. ആമേ, പാസ്റ്റർ പറയും ഞാൻ പണിയണമെന്ന് ഓർത്തപ്പോൾ ഈ പാസ്റ്റർ ഈ ഡയലോഗ് അടിക്കുന്നു. അല്ലയോ? എല്ലാവരും പണിയണം. പക്ഷെ വിട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാൻ തയ്യാറായിരിക്കണം. ആമേ, ഹല്ലേലൂയ. നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്. ഈ ലോകത്തിൻ്റെ ജനത്തിന്, ലോകക്കാർക്ക് പ്രത്യാശയില്ല. നമുക്ക് പ്രത്യാശയുണ്ട്. ആമേൻ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രത്യാശ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രത്യാശ. അപ്പോൾ അടിസ്ഥാനം ഉറപ്പില്ലെങ്കിൽ വിശ്വാസം കുലുങ്ങും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവസന്നിധാനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ചീയോൻ പർവ്വതത്തെ പോലെ ഉറപ്പുള്ളവരായിരിക്കണം. വിശ്വസിക്കുന്ന ആമേൻ പറ. ആമേ. കുലുങ്ങത്തില്ല. കേൾക്കും, വാർത്തകൾ കേൾക്കും.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ വായിച്ചോട്ടെ. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട്. സ്വോത്രം. ഇപ്പൊ ജനത്തിന് എന്നാ അറിയോ? എന്തൊക്കെ സംഭവിക്കുന്നു കർത്താവേ, സ്വോത്രം. ആകാശത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. എലീനൊക്കെ വരുന്നതെന്നൊക്കെ കേൾക്കുന്നത്. സ്വോത്രം. വരട്ടെ. ജനത്തിൻ്റെ അകത്തൊരു ഭയം. അന്ത്യകാലത്തിൽ ഭയം പിശാചിൻ്റെ ആയുധമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആയുധം എന്നാ അറിയാമോ? ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ അകത്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിച്ചോ. സോട്ടോ, ഞാൻ ഭയപ്പെട്ടത് കൊണ്ട് ആകാശത്തിൻ്റെ ഇളക്കമല്ല നിന്നു പോവുമോ? സ്വോത്രം. നിർത്താൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഭയം കൊണ്ട് നിർത്താൻ പറ്റുകയായിരുന്നെങ്കിൽ ഇല്ല, മനസ്സലിഞ്ഞ് എൻ്റെ ഭയം കണ്ടിട്ട് പേടിച്ചിട്ട് വേണ്ട ഇളകത്തില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തിനാ ഭയപ്പെടണം? ദൈവവചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കടലിളകും, ആകാശം ഇളകും, ആകാശത്തിൽ ഇളക്കം തട്ടും, കടലിളകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, മാരകമായ രോഗമുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും. ഇതെല്ലാം പുതിയ സംവത്സരത്തിന്റെ പ്രസവ വേദനയാ. ലോകക്കാർ ഭയപ്പെടും, ഞാനല്ല ഭയപ്പെടേണ്ടേ. Come on, somebody shout hallelujah. എൻ്റെ അകത്ത് ഉറപ്പുണ്ട്, എൻ്റെ അകത്ത് വിശ്വാസമുണ്ട്, എൻ്റെ അകത്തൊരു പ്രത്യാശ ഉണ്ട്. ഭയം. 27. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. നിങ്ങൾ തല കുനിക്കരുത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ജോയ്ഫുള്ളായിരിക്കണം എന്നാ പറഞ്ഞത്. See, you can change your atmosphere. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ മാറ്റിയെടുക്കാം. ഹലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ദുഃഖിച്ചിരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കാം. സ്വോത്രം. ഇല്ല, ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ തല ഉയർത്തി യേശുവിന്റെ നാമത്തിൽ എൻ്റെ വിടുതലിന്റെ സമയമായി എന്ന് പറയുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. Get the confidence in the word of God. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. ആ ഉറപ്പുണ്ടാകട്ടെ. വരുന്നത് വന്നേ വരും, തടയാൻ പറ്റുമോ? സ്വോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിന്റെ കണ്ണ് ദൈവത്തിലേക്ക് ഉയർത്തിക്കോ. എന്നറിയോ? നിന്റെ വിടുതലിൻ്റെ സമയമായെന്ന്. എൻ്റെ വിടുതലിൻ്റെ സമയമാകുമ്പോൾ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ വിടുതൽ അടുത്തായി എന്ന് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഷ്ടത, അല്പകാലത്തിൻ്റെ കഷ്ടത, വരാൻ പോകുന്ന തേജസ്സിനെ ഓർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കഷ്ടത സാരമില്ല. ഹല്ലേലൂയ. അതാണ് പ്രത്യാശ. ആമേൻ. ഹോപ്പ്ലെസ് ആയി ജീവിക്കരുത്. നിങ്ങൾക്കറിയാമോ, ഹോപ്പ്ലെസ് ആയിട്ട് ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഫെയ്ത്ത്ലെസ് ആയിരിക്കും. നിങ്ങൾ വിശ്വാസം കാണത്തില്ല. വിശ്വാസം ഇല്ലാത്തവർക്ക് പ്രത്യാശ ഇല്ലാത്തവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. ആമേൻ. 28-ാം വാക്യം പറയുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട്. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിങ്ങളുടെ തല കുനിക്കാനല്ല പറഞ്ഞത്, തല ഉയർത്തി നോക്കണം. ദൈവത്തിലേക്ക് തല ഉയർത്തണം, കർത്താവിലേക്ക് നോക്കണം. കർത്താവേ, ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ, നിന്റെ വചന നിവർത്തീകരണം ആയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു ജീസസ് എന്ന് പറയാ. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആക്കുന്നത്. പിശാചിന് എപ്പോഴും നിങ്ങൾ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഗ്ലൂമി ആയിട്ട്, മൂഡ് ഓഫ് ആയിട്ട് എന്ത് ചോദിച്ചാലും. ചിലർക്ക് നമുക്ക് പെന്തക്കോസ്തുകാർക്കുള്ള ഒരു പതിവായിട്ടുള്ളത്, എന്ത് പ്രശ്നം വന്നാലും ഉപവാസമാണ്. പ്രശ്നവും ഉപവാസവും ഒരുമിച്ച് കൂട്ടു സഹോദരന്മാരെ പോലെ വരും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
ഇല്ല ബന്ധനം, പോരാട്ടം. ഇത് രണ്ടും അവർ അനിയത്തി ചേട്ടത്തിമാരോ ഇങ്ങനെ അവർ കൂടെ പുറപ്പാ ഇങ്ങനെ നടക്കും. കാരണം എപ്പോൾ ചോദിച്ചാലും ഇവർ പറയും എന്ത് പറയാനാണ്, ഭയങ്കര പ്രയാസം, ഭയങ്കര പോരാ, അതുകൊണ്ട് ഒരു 7 ഉപവാസം. സ്വോത്രം. നീ ഉപവസിച്ച് മരിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഉപവസിക്കുന്നതിനും പ്രമാണമുണ്ട്, ദൈവ ആലോചന ഉണ്ടായിരിക്കണം. എന്തിനാ ഉപവസിക്കുന്നതെന്ന് നിനക്ക് തന്നെ അറിയണം. ചിലരത് ഉപവാസം എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും 0 ഫിഗർ ആകാൻ വേണ്ടി ഇപ്പം ഡയറ്റിങ്ങാണ്. സ്വോത്രം. ഡയറ്റിങ്ങിന് വേണ്ടി ഫാസ്റ്റിങ്ങാണ്. അത് ചെയ്യണ്ട. നീ കഴിക്കേണ്ടടുത്ത് കഴിക്ക്, നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഉറങ്ങ്, ഒരു കുഴപ്പമില്ല. അയ്യോ ഈ പാസ്റ്റർ ഇങ്ങനെയും പറയുമോ എന്ന് ഞാൻ പറയുന്നത്. വിശ്രമം എന്ന് പറയുന്ന ദൈവം അനുവദിച്ചതാ. ആമേ. ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി തന്നെ അറിയാം. സൂപ്പറായിട്ട് നല്ല ഭക്ഷണം കഴിക്കും, കഴിച്ചിട്ട് നല്ല കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അതിലിരുന്ന് ഓവർകം ചെയ്യാനുള്ള എല്ലാ ഐഡിയയും കാര്യവും എല്ലാ ദൈവം വെളിപ്പാടിൽ തന്നെ തന്നിരിക്കും. സ്വോത്രം. പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പ്രശ്നം കണ്ടിട്ട് പേടിച്ച് ഉറങ്ങാതിരിക്കരുത്, ഉറങ്ങണം. സ്വോത്രം. അന്നേരം കർത്താവ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടിയെങ്കിൽ അതിന് ഒരു വഴി, നീക്കുപോക്കിൻ്റെ വഴി കാണിച്ചു തരും. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ദൈവം കാണിക്കണം. നിങ്ങൾ കാണത്തുമില്ല, ദൈവം കാണിക്കുന്നതുമില്ല. സ്വോത്രം. ഉറങ്ങിയിട്ടല്ലയോ അവ ജനിപ്പിക്കണമെങ്കിൽ ആദാമൊന്ന് ഉറങ്ങണ്ടിയോ? മനസ്സിലായില്ലല്ലോ. ആദാമിനെ ഗാഢ നിദ്ര വരുത്തിയായില്ലേ ഹവ്വ വരാൻ പറ്റത്തുള്ളൂ. ഇവൻ ഉറങ്ങിയിട്ടല്ലേ അവൾ വരണ്ടേ? സ്വോത്രം. വിടുതൽ കിട്ടേണ്ടത്, വിടുതൽ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്, റിലാക്സ് ആൻഡ് സിറ്റ് ബാക്ക്. ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഭയത്തിൽ ജീവിക്കരുത്. ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. ദൈവവചനത്തിൽ ഞാൻ കാണിക്കാം സദൃശവാക്യങ്ങൾ 4:23. സകല ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ നീ കത്തുകൊള്ളുക. ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ബി കെയർഫുൾ ഹൗ യു തിങ്ക് യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ബി കെയർഫുൾ ഹൗ യു തിങ്ക് യുവർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതിന് ഒത്തവണ്ണം നിങ്ങളുടെ ജീവിതത്തിനൊരു രൂപം വരുത്തുള്ളൂ. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് തന്നെ ഷേപ്പ് എടുത്ത് വരും. സ്വത്രം പറഞ്ഞില്ല, സ്വത്രം പറഞ്ഞില്ല. ആമേ. യോബ് അവൻ ചിന്തിച്ചത് തന്നെ, അവൻ ഭയപ്പെട്ടത് തന്നെ അവന് ഭവിച്ചു. സ്വത്രം, സ്വത്രം. ദൈവത്തിൻ്റെ വചനം യെരമ്യായുടെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, യെരമ്യാവേ നീ എന്ത് കാണുന്നു? ഞാൻ ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു. സ്വത്രം. ദൈവം പറഞ്ഞത് നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗൃതനാകുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട് യു തിങ്ക്, വാട്ട് യു സീ ഹാസ് ഇറ്റ് ഈസ്. ദൈവം അതേ രീതി തന്നെ നിനക്കൊരു ഷേപ്പ് കൊണ്ടുവരും. നീ നെഗറ്റീവ് ചിന്തിച്ചാൽ നിന്റെ ജീവിതം മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ക്യാൻ യു ചേഞ്ച് യുവർ അറ്റ്മോസ്ഫിയർ? ക്യാൻ യു ചേഞ്ച് യുവർ ലൈഫ്? നിങ്ങളുടെ രീതി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഗോഡ് ഈസ് വില്ലിംഗ്. സദൃശവാക്യം 4:20 മുതൽ. മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. സ്തോത്രം. ദൈവത്തിന്റെ വാക്യങ്ങൾ, ദൈവം പറയുന്നതിന്, ദൈവം പോസിറ്റീവ് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ദ നെഗറ്റീവ് പാർട്ട്. സ്തോത്രം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, നല്ല പ്രസംഗം, ഉഗ്രം പ്രസംഗം പ്രസംഗിച്ചാലും അവർ കണ്ടുപിടിക്കുന്നത് എന്താ പറയുക, പാസ്റ്ററിൻ്റെ കുറവ്. സ്തോത്രം. നല്ല അംശം വിട്ടേക്കും. സ്തോത്രം. കർത്താവ് പറഞ്ഞു അവളോ നല്ല അംശം. സ്തോത്രം. നമ്മൾ നല്ല അംശം തിരഞ്ഞെടുക്കണം. വേണ്ടാത്തതിന് ഒന്നത്തിനും പോകാതെ നല്ലതിനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തെ ആ ഷേപ്പിലേക്ക് ദൈവം കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come on, somebody shout hallelujah. ആമേൻ.
നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പറ്റും. ഇറ്റ്സ് എ ടൈം ഫോർ എ ചേഞ്ച്. നമുക്കൊരു വ്യത്യാസമുണ്ടാകും. എങ്ങനെ? തിങ്കിങ്, നമ്മുടെ തോട്ട്സ് ഏത് രീതിയിൽ ചിന്തിക്കുന്നു ആ രീതിയിൽ തന്നെ രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഇനി ഇതേ അവസ്ഥയിൽ എനിക്ക് തുടർമാനമായിട്ട് പോകാൻ താല്പര്യമില്ല, എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒരു നിമിഷം നിങ്ങൾക്ക് ഞാൻ സമയം തരിക. നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, എവിടെയാണ് നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വേണം, എവിടെയാണ് നിങ്ങൾക്കൊരു വിടുതൽ വേണം, എവിടെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് സ്വത്രം പ്രാർത്ഥിച്ചാട്ടെ. നിർത്തരുത്, പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഞാനിവിടെ കടന്നു വന്നത് ദൈവാത്മാവ് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ടാണ്. ചേഞ്ച്, ദ സ്പിരിറ്റ് ഓഫ് ചേഞ്ച്. നിൻ്റെ അകത്ത് ദൈവം എന്തോ വ്യത്യാസം ആകപ്പാടായിട്ട് ദൈവം ഒരു വ്യത്യാസം നിൻ്റെ ജോലിയിലാകട്ടെ, നിൻ്റെ ജീവിതത്തിലാകട്ടെ, നിൻ്റെ ചിന്തയിലാകട്ടെ, ആത്മീയത്തിലാകട്ടെ, സഭയിലാകട്ടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ നീ പറ, യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണ് നിനക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട്? God says enough is enough. It is a time for a change. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്ന ലെവലിൽ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? നിന്റെ പിടി ഒന്ന് വിടാൻ പറ്റുമോ? നീ മുറുക്കി വെച്ചിരിക്കുന്ന ഒന്ന് വിടാൻ പറ്റുമോ? സ്റ്റെയറിംഗ് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? ദൈവമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന്റെ കൂടെ പ്രോസസ് ചെയ്യാൻ പറ്റുമോ? ആർക്കും ചേഞ്ചിനെ തടയാൻ പറ്റത്തില്ല. യു കനോട്ട് സ്റ്റോപ്പ് ദ ചേഞ്ച്. നിന്റെ വട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിനക്ക് മാറ്റാൻ പറ്റുകയില്ല, തടയാൻ പറ്റുകയില്ല. നിനക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം. മൂന്ന് രീതിയിൽ നിനക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം. ഒന്ന്, അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തു പോകാം. വ്യത്യാസം ചേഞ്ച് വരുമ്പോൾ അതിനൊത്തവണ്ണം ചേഞ്ച് ആകുക. രണ്ട്, ഇല്ല അതിനെ തടയാൻ ശ്രമിക്കുക. ഇല്ല, മൂന്ന്, നിന്റെ ജീവിതത്തിൽ അതിനെ തള്ളിക്കളയുക. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ദൈവം ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുമ്പോൾ നീ മുറുകെ പിടിച്ചിരിക്കുന്നതിനെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നോട്ട് അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ, നോട്ട് അക്കോർഡിംഗ് ടു യുവർ വിൽ. നിങ്ങളുടെ ചിന്തയോ നിങ്ങളുടെ ആലോചനയോ അല്ല, ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിവർത്തിയാകണം. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ ഭാര്യയായിരിക്കും. സ്റ്റെയറിങ് ഞാനാണ് പിടിച്ചിരിക്കുന്നത്. സ്റ്റെയറിങ് ഞാനാണ് പിടിച്ചിരിക്കുന്നത്, അവൾ തൊട്ടടുത്തായിരിക്കുന്നത്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ബ്രേക്ക് എൻ്റെ കാലിലായിരിക്കുന്നത്, ഗിയർ എൻ്റെ കയ്യിലായിരിക്കുന്നത്, ക്ലച്ച് എൻ്റെ കാലിലായിരിക്കുന്നത്, എക്സലേറ്റർ എൻ്റെ കാലിലായിരിക്കുന്നത്. സ്വത്രം. എങ്കിലും നേരെ വരുന്ന വണ്ടി കാണുമ്പോൾ ഇവൾക്ക് ആ വെപ്രാളം. സ്വത്രം. എന്തറിയോ, ഇവൾ സാധ്യമാണെങ്കിൽ വണ്ടി ഓടിച്ചവർക്കെല്ലാം അറിയാതെ ബ്രേക്ക് ചവിട്ടിപ്പോവും. സ്വത്രം. അച്ഛാ വണ്ടി. സ്വത്രം. ഞാനും കാണുന്നുണ്ട്. വണ്ടി വരുന്നത് കാണാം. സ്റ്റെയറിങ് എൻ്റെ കയ്യിലിരിക്കുന്നു. ഡ്രൈവിംഗ് അറിയുന്നവന് പഠിച്ചതുകൊണ്ട് എനിക്കറിയാം സുരക്ഷിതമായി കൊണ്ടെത്തിക്കാൻ എനിക്കറിയാം. യു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. സ്തോത്രം. ദൈവം ഇതാ നമ്മളോട് പറയുന്നത്, ആ സ്റ്റെയറിങ്, നിൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റെയറിങ് ഞാൻ പിടിച്ചോളാം. യു ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. പക്ഷെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന എന്നെ അറിയോ, ഇടയ്ക്ക് കയറി സ്റ്റെയറിങ്ങിൽ കൈയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് വലിക്കാൻ പോകും. ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കത്തില്ല. എൻ്റെ ഭാര്യ എന്തെങ്കിലും അച്ഛാ വണ്ടി വരുന്നെന്ന് പറഞ്ഞ് അവൾ സ്റ്റെയറിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ തിരിച്ചെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് ഇടിക്കും. ആണല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാ പറ്റുന്നത്. കർത്താവേ, അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങാണ് എൻ്റെ സർവസ്വം എന്ന് പറഞ്ഞിട്ട് സ്റ്റെയറിങ് നമ്മൾ തിരിക്കും. സ്വത്രം. കർത്താവ് പറയുന്നത്, യു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ സ്റ്റെയറിംഗ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെ കുഞ്ഞിൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണെങ്കിൽ, നിന്റെ ഭാവി എൻ്റെ കയ്യിലാണെങ്കിൽ, നിന്റെ കുടുംബം എൻ്റെ കയ്യിലാണെങ്കിൽ, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ വിൽ ടേക്ക് കെയർ. ഞാൻ പറഞ്ഞത് എന്നെ നിവർത്തിയാക്കും. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇന്ന് പകൽക്കാലം ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകട്ടെ. ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ദ സെയിം ആറ്റിറ്റ്യൂഡ് യു ക്യാൻ ബി. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ അവിടെ തന്നെ കിടക്കേണ്ടത് വരും. മൂവ്മെൻറ്റ് കാണത്തില്ല. 38 വർഷം കൊണ്ട് വ്യത്യസ്ത കൊളക്കരയിൽ കിടക്കുന്ന ആ തളർവാദം പിടിച്ചവനെ അവിടെ ചോദിച്ച്, അവൻ എല്ലാ വർഷവും ചാൻസ് ഉണ്ടായിരുന്നു, എല്ലാ വർഷം ചേഞ്ച് ആകാൻ മനസ്സ് ചേഞ്ച് ആകാൻ അവന് ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഹി നെവർ ചേഞ്ച്. അവസാനം കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് ചോദിച്ചു, എടോ തനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ മനസ്സുണ്ടോ എന്ന്. അന്നേരം അവൻ സ്റ്റോറി പറയുക. സ്വത്രം. കർത്താവ് വന്നത് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. മനസ്സുണ്ട് കർത്താവേ എന്ന് പറഞ്ഞാൽ മതി, പോ എന്ന് പറഞ്ഞേനെ. ഇവൻ പറയുക, അന്നേരം പറയുക, ദൂതൻ ഇറങ്ങുമ്പോൾ, എടാ ദൂതനോ, ഇവിടെ കർത്താവ് ഇറങ്ങിയിരിക്കുമ്പോൾ ദൂതൻ്റെ കാര്യം പറയുന്നത്. സ്വത്രം. അങ്ങനെയാണ് നമ്മുടെ ചില വിശ്വാസികൾ. അങ്ങനെ ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയും, വലിയ വിടുതലിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇവർ പറയുന്ന കൊച്ചു നിസ്സാര കാര്യം. ഇവൻ ദൈവം കർത്താവ് ഇറങ്ങി വന്നിരിക്കുക അവനെ വിടുവിക്കാൻ വേണ്ടി. നിനക്ക് മനസ്സുണ്ടോ? അത് വിട്ടു. ആ മറുപടി ഇല്ല, അതിന് മറുപടി ഇല്ല. ഇവൻ പറയുന്നത് ദൂതൻ ഇറങ്ങുമ്പോൾ എന്നെ പൊക്കാൻ ആളില്ല. പൊക്കണ്ട, നീ നിരങ്ങിയാൽ മതിയായിരുന്നു, നീ ഇഞ്ചിഞ്ച് നിരങ്ങിയാൽ മതിയായിരുന്നു. 38 കൊല്ലം കിടക്കണ്ടായിരുന്നു. 30 ദിവസം 30 മിനിറ്റിൽ അവിടെ എത്താമായിരുന്നു. സ്വത്രം. മനസ്സ്, ആറ്റിറ്റ്യൂഡ്. ഇന്ന് പകൽക്കാലം ചിലർ പറയണം, ഞാൻ കടം മേടിക്കത്തില്ല, ഞാൻ വായ്പ മേടിക്കുകയില്ല, ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കത്തില്ല. Come on, somebody shout hallelujah. Attitude. Change your attitude. It's a time for a change. നിങ്ങൾ ഓവർകം ചെയ്യണം. ദൂത് കേൾക്കുന്ന മാത്രമല്ല, ദൂതന് ഒത്തവണ്ണം ജീവിക്കാൻ പഠിക്കണം. രാജാവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് സ്വത്രം ഒന്നും ഇല്ലായ്മ പോലെ നമ്മൾ അങ്ങനെയാണ് നടക്കേണ്ടത്. അതിന് ആ സ്റ്റാൻഡേർഡിൽ തന്നെ ജീവിക്കണം. യു ലേൺ. ഇവിടെ ആരും ജന്മനാൽ വലിയ പണക്കാർ കുടുംബത്തിൽ ജനിച്ചു വന്നവരൊന്നുമല്ല. ഗോൾഡൻ സ്പൂൺ ഒന്നും വായിൽ വെച്ചോണ്ട് ജനിച്ചവർ ആരുമില്ല. പക്ഷെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ഇന്നയോളം നടത്തിയ ദൈവം, ഇനി മുൻപോട്ട് നടത്താൻ അവൻ ശക്തനെന്ന് ഉറപ്പുണ്ടോ? ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരട്ടെ. അതിന് ചെയ്യേണ്ട കാര്യം, യു മസ്റ്റ് കം ഔട്ട് ഫ്രം ടോക്സിക് എൻവയറൺമെൻറ്റ്സ്. ഈ നിരാശ പറയുന്ന, നെഗറ്റീവ് സംസാരിക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ പോയി പട്ടുപോകരുത്. കുറ്റം പറയുന്ന, കുറവ് പറയുന്ന, നിരാശ പറയുന്ന, എപ്പോഴും ആത്മീയത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കുന്ന ആ ടോക്സിക് എൻവയറൺമെൻറ്റിലിരുന്ന് നിങ്ങൾ പുറത്തു വരണം. അത് സമ്മതിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. സ്വത്രം. എൻ്റെ അടുത്ത് ആരും നെഗറ്റീവ് പറയാൻ വരത്തില്ല. സ്വത്രം പറയത്തില്ല. പറഞ്ഞ ഞാൻ ചുട്ട മറുപടി കൊടുക്കും. കാരണം ആ ടോക്സിക് എന്നെ കറപ്റ്റ് ചെയ്യരുത്. എൻ്റെ വിശ്വാസം ഡിഫറെൻറ്റാണ്. എൻ്റെ വിശ്വാസം അങ്ങോട്ട് കയറ്റിവിടും. ഇന്ന് പകൽക്കാലം ഒരു ചേഞ്ച് നിങ്ങളുടെ അകത്ത് വരട്ടെ. കം ഔട്ട് ഫ്രം ടോക്സിക് എൻവയറൺമെൻറ്റ്സ്. ആമേൻ. യോഹന്നാൻ സുവിശേഷം 5:4 ഒന്ന് വായിച്ച്. 5:4 ഒന്ന് പെട്ടെന്ന് വായിച്ച്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു. കാരണം ഈ എൻവയറൺമെന്റിൽ കിടക്കും തോറും, ഈ അവസ്ഥയിൽ കിടക്കും വരും, ഇവന് സൗഖ്യം പ്രാപിക്കത്തില്ല. കർത്താവ് പറഞ്ഞ എന്നാ? നിന്റെ കിടക്ക എടുത്തോണ്ട് നടക്കാനാ പറഞ്ഞേ. Come out from that place. Sometimes unwanted friends. വേണ്ടത് cut off. പുറത്തു വാ. ആ എൻവയറൺമെന്റ് ചേഞ്ച് ചെയ്യ്. Because God wants to change you. നിന്റെ മേൽ വിളി വലുതായിരിക്കുന്നു, നിന്റെ വാഗ്ദത്തം വലുതായിരിക്കുന്നു.
ദൈവം പറഞ്ഞത് നിവർത്തിക്കാൻ പോകുന്നു. ദൈവം കാണുന്നത് പോലെ നീ കാണണം. ദൈവം ചെയ്യുന്നത് പോലെ നീ ചെയ്യാൻ ശ്രമിക്കണം. ദൈവം പറഞ്ഞതുപോലെ നീ അനുസരിക്കാൻ വിട്ടുകൊടുത്ത നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചിരിക്കും. Nothing is impossible. ആമേൻ. ദൈവം കാണുന്നത് പോലെ നമ്മൾ കാണണം. വിശ്വാസത്തിൽ കാണണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെങ്കിലും ജസ്റ്റ് 5 മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ. അറ്റ്മോസ്ഫിയർ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങൾ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. യഹസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന അധ്യായമാണ്. അസ്ഥി താഴ്വര, അസ്ഥിയുടെ ഈ കൂമ്പാരം ദൈവത്തിന് ചോദിക്കാനുള്ള, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? Can this atmosphere change? ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമോ? ഇതിനൊരു ജീവൻ വയ്ക്കുമോ? മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നത്തിങ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പറ്റത്തില്ല. ഓക്കെ, ഒരു അസ്ഥിക്കൂമ്പാരം ഒരു ഷേപ്പിലുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കാമെന്ന് വിശ്വസിക്കാം. ഷേപ്പും ഇല്ല. സ്വത്രം ആ സ്കെൽട്ടൻ്റെ ഫുൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ തൂങ്ങിക്കിടക്കത്തില്ല ഇങ്ങനെ. സ്വത്രം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. തല ഒട്ടിയും കൈയും കാലും റിപ്സും സ്വത്രം ഇല്ലയോ? അതിന് വേണമെങ്കിൽ ദൈവം എന്തെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് ചെയ്യും. ഇത് തല ഒട്ടി ഒരിടത്ത്, കാലിൻ്റെ എല്ല് ഒരിടത്ത്. ഇത് അസ്ഥികളുടെ കൂമ്പാരമാണ്. സ്വത്രം. കാലിൻ്റെ അസ്ഥിയെല്ലാം ഒരിടത്ത് വരട്ടെ, തലവട്ടിയെല്ലാം ഒരിടത്ത് വരട്ടെ. ഇതുമില്ല, എല്ലാം മിക്സപ്പായി. ഇത് ആരെ തല എന്ന് ആർക്കറിയാം? ഏത് കാലം എവിടെ ഫിറ്റാവുമെന്ന് ആർക്കറിയാം? ഈ വലിയ സൈന്യമായിട്ട് എഴുന്നേക്കുന്ന ആർക്കറിയാം? നിന്റെ ജീവിതത്തിൽ എന്ത് നടക്കാൻ പോകുന്നെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവം നിനക്കൊരു മാറ്റം വരുത്തിയോ? എല്ലാ ഓർഡറിലേക്ക് ദൈവം കൊണ്ടുവരും. ദൈവം ഓർഡറിലേക്ക് കൊണ്ടുവരും. അവന് അധികം സമയം വേണ്ട, ഒറ്റ കാറ്റടിച്ചാൽ മതി. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? സഹോദരി, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ? ബ്രദർ, ഈ അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വരുമോ? നീ പറ, വാതകർന്ന് പറ. ഓ, എൻ്റെ ജീവിതത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ കൂടെ പിടിക്കുന്നു, ഓ ഇത് വെച്ച പഠിക്കുന്നു, ഓ ഇത് പറയാതെ അങ്ങ് അറിയുന്നു കർത്താവേ. ബിക്കോസ് യു ആർ ദ ലോർഡ്. അങ്ങ് സൃഷ്ടിതാവാകുന്നു. അങ്ങക്ക് അസാധ്യമായത് ഒന്നുമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ കുടുംബത്തിൽ ഇന്നത്തെ അവസ്ഥയല്ല ഞാൻ നോക്കുന്നത്, ഇന്നത്തെ സാഹചര്യമല്ല ഞാൻ നോക്കുന്നത്. It's a time for a change. Blessed be the name of the Lord. Change, 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 change. ബിസിനസ്സിലൊരു ചേഞ്ച്, ജോലിയിലൊരു ചേഞ്ച്, ആത്മീയ ജീവിതത്തിലൊരു ചേഞ്ച്, കുടുംബത്തിൻ്റെ അകത്തൊരു ചേഞ്ച്. ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളാണെങ്കിൽ പറഞ്ഞ ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. യെരമ്യാവ് പറഞ്ഞ അങ്ങനല്ല, യെഹെസ്കേൽ അങ്ങനല്ല പറഞ്ഞേ. യെഹെസ്കേൽ എന്നാ പറഞ്ഞ? കർത്താവേ, അങ്ങ് അറിയുന്നു. യു നോ ബെറ്റർ ദൻ മീ. എൻ്റെ ഭാവി എനിക്കിരുന്ന് നല്ല അറിയുന്ന ദൈവം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എനിക്കിരുന്ന് നന്നായി അറിയുന്ന ദൈവം. എൻ്റെ സഭയുടെ ഭാവി ഞാനല്ല, എൻ്റെ ദൈവമാ അറിയുന്നത്. അവനറിയ ഇത് നെട്ടതാണെങ്കിൽ അവൻ ഇത് വളർന്ന് പന്തലിക്കത്തക്കവണ്ണം അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് പറയുന്നു. യു നോ ബെറ്റർ ദാൻ മീ ലോർഡ്. ഇന്ന് എത്ര പേർ പറയാൻ പറ്റും അങ്ങ് അറിയുന്നു? അടുത്ത് ദൈവവചനം എന്നാ പറഞ്ഞറിയോ? അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്കാൻ. എവിടെ പ്രവചിക്കാനാ? അസ്ഥിയോടല്ല പ്രവചിക്കാൻ പറഞ്ഞേ, കാറ്റിനോട് പ്രവചിക്കാനാ. എന്നെ കാറ്റിനോട് പ്രവചിക്കാനോ എന്ന് പറഞ്ഞ ഈ അറ്റ്മോസ്ഫിയർ, നിനക്ക് നീ കാണുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഇതെല്ലാം നെഗറ്റീവായിട്ട് കിടക്കും. ഇതിനൊരിക്കലും ജീവൻ കിട്ടത്തില്ല.
പക്ഷെ നിന്റെ വാ കൊണ്ട് വരുന്ന വാക്ക് അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും. അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും. ഡോക്ടർ റിപ്പോർട്ട് പറയുന്നു ഒരു രക്ഷയില്ല. ഷറത്ത് ഇവിടെ ഉണ്ടല്ലോ, ഷറത്തിൻ്റെ ഫാദർ പാസ്റ്റർ നട്ടേഷ്. ഡോക്ടർ എന്നെ അകത്ത് വിളിപ്പിച്ച് സിഗ്നേച്ചർ ഇടിപ്പിച്ചത്. അവൻ ഒരു സൈഡ് കരയുന്നു, അവൻ്റെ അമ്മ ഒരു സൈഡ് കരയുന്നു. ഇവരെ സമാധാനപ്പെടുത്തുന്നത് തന്നെ ഭയങ്കര പാടാ. അവസാനം ഡോക്ടറിനോട് ചോദിച്ചു, ഹൗ മച്ച് യു ഹാവ് ദ ഹോപ്പ്? അവർ പറഞ്ഞ വാക്കെന്നറിയോ? ലെസ് ദൻ 5%. ദർ ഈസ് നോ ഹോപ്പ്. Cannot give any guarantee. Nothing is functioning. Heart beats, ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ട് അവർ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഇറ്റ്സ് ഡിഫിക്കൾട്ട്. എനിക്കറിയത്തില്ല. സൈൻ ഇടുമ്പോൾ ഞാൻ ഒരു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, യു നോ ബെറ്റർ ദൻ ഡോക്ടർ. യു ആർ ദ ക്രിയേറ്റർ. യു ആർ നോട്ട് എ ഡ്യൂപ്ലിക്കേറ്റർ. കർത്താവെ, അങ്ങ് സൃഷ്ടിതാവാകുന്നു. ഡോക്ടറിൽ നിന്ന് ഭംഗിയായിട്ട് അറിയുന്നത് അങ്ങാകുന്നു. സൈൻ ഇട്ടച്ച ഞാൻ പറഞ്ഞു, സൈൻ ഇടുന്ന മുൻപ് ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ സൈൻ ബട്ട് ഐ നീഡ് എ ടൈം ടു പ്രേ ഫോർ ഹിം. അവർ പറഞ്ഞു, ഫസ്റ്റ് യു ഡു ദ സിഗ്നേച്ചർ ദെൻ വി വിൽ ടേക്ക് യു ഇൻസൈഡ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യൻ ജീവനിൽ പോകാൻ നിമിഷങ്ങൾ മാത്രം കാണുന്നു. ആ സീൻ കണ്ട പ്രാർത്ഥിക്കാൻ വാക്ക് പോലും വരുത്തില്ല. ഒറ്റ വാക്ക്. അവിടെ പോയി എൻ്റെ ഭാഗ്യത്തിനെന്ന് തോന്നുന്നു 2 നഴ്സുമാർ നമ്മുടെ ചർച്ചിൽ വരുന്നവരാ. അവരവിടെ പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ബലം. ഇരുവരേക മനസ്സോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. നിമിഷങ്ങളിൽ വ്യത്യാസമാകാൻ തുടങ്ങി. മരണത്തിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റിയെടുത്തിട്ട് ജീവനോടെ ഇന്ന് ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്താ കാരണം? ഹല്ലേലൂയ. അന്തരീക്ഷം എന്ത് ആയിക്കൊള്ളട്ടെ, ക്യാൻ യു പ്രൊഫസൈ? നിന്റെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, ക്യാൻ യു പ്രൊഫസൈ? നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? നിന്റെ ഭാവിയെ കുറിച്ച് പ്രവചിക്കാൻ പറ്റുമോ? നിന്നെ കുറിച്ച് പ്രവചിക്കാൻ പറ്റുമോ? പ്രവാചകൻ വന്ന് തലയിൽ കൈവയ്ക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട, നീ തന്നെ പ്രവചിക്ക. Change the atmosphere. അവസ്ഥകളെ ദൈവം മാറ്റും. Are you willing to change yourself? കാറ്റിനോട് പ്രവചിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ തലയിൽ കൈവച്ച് പ്രവചിക്കാൻ ഒരു രസമുണ്ട്. കാറ്റിനോട് എങ്ങനെ കർത്താവേ? എന്താ കർത്താവേ? പ്രവാചകന്മാർ കടന്നു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ്. സ്വത്രം. ഒരു സൈഡ് കിടക്കാൻ പറഞ്ഞാൽ ഒരു സൈഡ് തന്നെ കിടക്കണം. വർഷങ്ങൾ കിടക്കേണ്ടത് വരും. കിടന്നിട്ടുണ്ട്. സ്വത്രം. ഒത്തിരി പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ചുമ്മാ അല്ല, വില മുടക്കിയേ പറ്റൂ. അവൻ കാറ്റിനോട് പ്രവചിച്ചു. എന്താ പ്രവചിച്ചേ? എന്താ പ്രവചിച്ചേ? സ്വത്രം. എന്താ പ്രവചിച്ചു കാണും? ഒന്ന് ഓർത്തേ. അസ്ഥികളെ ഒരു വലിയ സൈന്യമാകട്ടെ എന്ന് പറഞ്ഞു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. അവൻ ആ സമയത്തിൽ എന്ത് പ്രവചിക്കാൻ വായിൽ ദൈവം കൊടുത്ത എല്ലാ പ്രവചിക്കാണ്. സ്തോത്രം. അസ്ഥി അസ്ഥിയോടും, സ്തോത്രം, മാംസം മാംസത്തോടും, ത്വക്ക് ത്വക്കിനോടും, നരമ്പുകൾ വന്നു, ത്വക്ക് വന്നു, ഒരു വലിയ സൈന്യമായിരുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവം അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യും. ഇറ്റ്സ് എ ടൈം ഫോർ എ ചേഞ്ച്. ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ സമയമായി. പുതിയ വർഷത്തിൽ കയറുന്നതിന് മുൻപ് എനിക്കറിയത്തില്ല, ഡിസംബർ മാസത്തിൽ എനിക്ക് മലയാള സർവീസിൽ വരാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് തന്നെ ദൂത് പറഞ്ഞിട്ട് പോകുന്നു. പുതിയ വർഷത്തിൽ നിങ്ങൾ കാലുകുത്തുന്നതിന് മുൻപ് ചില വിടുതലുകൾ, ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരിക്കും. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ഞാൻ പ്രവചിക്കുന്നു. അന്തരീക്ഷം മാറും. ഇന്നത്തെ അവസ്ഥ മാറും. നിന്റെ നിലവിളി മാറും. നിന്റെ കണ്ണുനീർ മാറും. നിനക്കൊരു ഭേദമുണ്ടാക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, ജീവനില്ലാതെ കിടക്കുന്നതിന് ജീവൻ വരുത്തുന്ന ദൈവം, ചലിക്കാത്തതിന് ചലിപ്പിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന ദൈവം. ഫയലുകൾ മൂവാവും, പേപ്പറുകൾ മൂവാവും. നിനക്ക് വേണ്ടി വ്യക്തികൾ മൂവ് ചെയ്യും. അവിടെ കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇറ്റ്സ് എ ടൈം ഫോർ എ ചേഞ്ച്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഐ നീഡ് എ ചേഞ്ച് എന്ന് പറയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. somebody is getting a breakthrough. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോൺസ് കമ്മിങ് ടുഗദർ. അവസ്ഥകൾ ചിതറിക്കിടക്കുന്നത് ഒരുമിച്ച് വരാൻ പോകുന്നു. ഒരു വലിയ സൈന്യമായിട്ട് എഴുന്നേൽക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം വാ തുറന്ന് പറ, സംതിങ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്ന മണ്ഡലത്തിൽ നീ പ്രവചിക്കുമ്പോൾ കാണാത്ത മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വർത്തിക്കൊണ്ടിരിക്കുന്നു. somebody is getting breakthrough. receive. പ്രാപിച്ചെടുക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ട് പൊട്ടട്ടെ, ആ തടസ്സം മാറട്ടെ, ആ ബന്ധനം അഴിയട്ടെ. നിന്നെ മുറുക്കി വെച്ചിരിക്കുന്ന ആ കെട്ട് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറാം. ഫ്രീ റൈറ്റ് നൗ. യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ റൈറ്റ് നൗ. A financial situation is turning around. The nation is turning around. യേശുവിൻ നാമത്തിൽ somebody's ministry is turning around. ശുശ്രൂഷയിൽ ഒരു മാറ്റം വരുന്നു. ശുശ്രൂഷയിൽ ഒരു പതപ്പ് വീഴുന്നു. അവസ്ഥ മാറുന്നു. നിന്റെ ശബ്ദം പ്രവചന ശബ്ദമായിട്ട് ദൈവം മാറ്റുന്നു. ഇന്ന് പകൽക്കാലം ചിലർ രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. Somebody is getting healing now. ഒരു പുത്തൻ അഭിഷേകത്തിന്റെ പദപ്പ് ഇപ്പോൾ യേശുവിന്റെ നാമത്തില് എല്ലാ നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം. നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം. ഇപ്പോൾ it's time for a change. Enough is enough. ദൈവാത്മാവ് പറയുന്നു, നിന്റെ സീസൺ മാറാൻ പോകുന്നു. Your season is changing now. There is a new beginning. ഒരു പുത്തൻ തുടക്കം ദൈവം ഇടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തില് a new door, a new opening. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നു. New beginning, new door opening. ഇന്ന് പകൽക്കാല പുത്തൻ അഭിഷേക യേശുവിൻ നാമത്തില് തീയുടെ അഭിഷേക. ഇപ്പോൾ യേശുവിൻ നാമത്തില് ജോലി മണ്ഡലത്തില് പ്രൊമോഷനുകള് യേശുവിൻ നാമത്തില് നിന്റെ ഇൻകം വർദ്ധിക്കാൻ പോകുന്നു. Somebody shout hallelujah. Thank you Lord. We glorify your name. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. I need a change എന്ന് പറ. എനിക്കൊരു വ്യത്യാസം വേണം. ഇന്ന് പകൽക്കാലത്തിന്റെ ദൂത്
ചേഞ്ച്. ചേഞ്ച്. നിന്റെ അവസ്ഥകൾ മാറാൻ പോകുന്നു. അവൻ എൻ്റെ ഭാവിയെ അറിയുന്നു. He holds my future.